ബോയ്സിൻ്റെ പുത്തൻ വണ്ടി TP നമ്പർ പ്ലേറ്റും പാടെ ഇട്ടില്ല. ഇത് മേലടത്തിന് വണ്ടിയല്ലേ ഇത്? ഇത് മേലടത്തിൻ്റെ വണ്ടിയാണ്. പടച്ചോനാകണ് പടച്ചോന ആകെ ഒരു പടച്ചോല്ല തോലെടുത്താ 5 ബോക്സ് ഒക്കെ അടിക്കണത്. ഇതേ കിടക്കണു. യാ മോനെ ഇതെന്താ? ഇത് പൊളിച്ചിട്ടാ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മലപ്പുറത്ത് നേരെ നമ്മൾ ഒരു 11-11:30 പോകുന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി അല്ലേ, 2 മണി 2:30 ആവാനായി. നമ്മളിപ്പോൾ ഇതാക്കണം നമ്മളെ കൊടുങ്ങല്ലൂർ എത്തുന്ന മുന്നേ നമ്മൾ 3 പീടികയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സൈഡിലേക്ക് നമ്മളൊരാളെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാണാൻ നമ്മൾ ഇർഫാനുണ്ട്, നമ്മളെ പാരീസിന്റെ ഓണറാണ്. ഇതാകുന്നു. പിന്നെ മുന്നിലാകണ വണ്ടികളെ കിടക്കണോ? എത്തിയില്ല, ഷെഡ് എത്തിയില്ലേ? നിരന്ന് കിടക്കണു. നമ്മളെ ബോയ്സിന്റെ വണ്ടി അല്ലത്, ബോയ്സിന്റെ 40 പുത്ത വണ്ടി അല്ലത്. ഇപ്പൊ അടുത്ത പോലെ ഡെലിവറി മജോസ്കിന്റെ കളർ വണ്ടിയാ കിടക്കണത്. മജോസ്കിന്റെ വണ്ടി ഉണ്ട്. അപ്പൊ നമ്മളിന്ന് വന്നിക്കണത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഈ സൗണ്ട് ലൈറ്റ് ഒക്കെ ചെയ്യണ നമ്മളെ 3 പീടിയിലില്ല നമ്മളെ ലെനോറ കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയണേ. നമ്മളെ പാരീസിന്റെ ആണെങ്കിലും മജോസ്കിന്റെ ആണെങ്കിലും ഒക്കെ സൗണ്ട് ലൈറ്റ് ഒക്കെ ചെയ്യണ ടീമാണ്. അപ്പൊ അവിടെ നമ്മളെ പാരീസിന്റെ അല്ലേ 40 സീറ്റ് അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം എത്ര ദിവസമായി? 15 ദിവസമോ 10 ദിവസം 15 ദിവസം ആവണുള്ളൂ. വണ്ടിന്റെ വർക്ക് ഏകദേശം ഫൈനൽ ഘട്ടത്തിലായി. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വന്നതാണ്. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വണ്ടിന്റെ ഉള്ളിലേക്ക് വേണ്ട കുറച്ച് ലൈറ്റ് സാധനങ്ങൾ ചെന്നൈയിലോ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ ആയിക്കാണ്ട് പോയി ബലന്റെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ആയിക്കാണ്ട് നമ്മളിപ്പോ ഈ പിക്സലും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ഔട്ട് ആവൽ നടത്തിയപ്പോ നമ്മളിഞ്ഞ് പയർ ഘട്ടം, അതായത് നമ്മള് 2000 ആ ഒരു ലെവലില് 2017-16 ആ ലെവലില് കറങ്ങണം തിരിയണൊക്കെ ആയിക്കാണ്ട് നമ്മൾ കളിച്ചിന്. ആ ലെവലിലോട്ട് നമ്മൾ വീണ്ടും കൊണ്ടുവരാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വന്നിക്കാണ്. ഒരു ഇടിവെട്ട് സാധനങ്ങൾ വണ്ടിന്റെ ഡിക്കിലുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ അവിടെ നിന്ന് പോകുന്നത് ഒരു 11 മണിക്ക് പോകുന്നത് 2 മണിയായപ്പോ നമ്മളിതാ സ്പോട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സിൽ എങ്ങനെയൊക്കെയാണ് ലൈറ്റ് വെക്കണേ, എങ്ങനെയൊക്കെയാണ് സൗണ്ട് വെക്കണേ. അപ്പൊ അതിന്റെ ഒരു തട്ടകത്തിൽ ഇപ്പൊ ഈ പ്രകാശ് എന്നൊക്കെ പറയണ മാതിരി ഇതിന്റെ ആയിട്ട് ഒരു പ്രകാശ്. അങ്ങനെ ഇവിടെ 2 കളർ വണ്ടി കിടക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ മജോസ്കിന്റെ വണ്ടിയാണ്. പിന്നെ എവിടെ മജോസ്കിന്റെ അഡീഷണൽ നെയിമല്ലേ? അതെ, കളർ വണ്ടി. പിന്നെ ഇവിടെ ഒരു 24 തന്നെ അല്ലേ, 24 സീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങി നോക്കല്ലേ. നമുക്ക് നമ്മള് കൊണ്ടുവന്ന സാധനങ്ങൾ ഇടിവെട്ട് സാധനങ്ങളൊക്കെ ഇക്കാണ്ട് നമ്മൾ വന്നിക്കാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരെ അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. ബോയ്സിന്റെ വണ്ടിയിലാണ് കിടക്കുന്നത്. നമ്മളിതാകണം വന്നിറങ്ങിയപ്പോൾ തന്നെ ബോയ്സിന്റെ വണ്ടിയാണ് കിടക്കുന്നത്. ബോയ്സിന്റെ പുത്തൻ വണ്ടി TP നമ്പർ പ്ലേറ്റും പാടെ ഇട്ടില്ല. ഇത് ഫുൾ ലോഡ് വർക്കിന് കൊണ്ടുവന്നിട്ടാണ്. പിന്നെ അതുകൊണ്ട് ഒരു ട്രാവലർ ഉണ്ട്. അവിടെ 2 പുതിയ വണ്ടി കിടക്കുന്നുണ്ട്. അത് 2 ഫുൾ ലോഡ് വർക്കിന് തോന്നുന്നുണ്ട്. അതിൽ ക്യാബിനൊന്നും അടിച്ചിട്ടില്ല. പിന്നെ അതവിടെ പാരീസിൻ്റെ 40 സീറ്റ് കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതാണ് ഓല ഷെഡും കാര്യങ്ങളും. ഇത് പിന്നെ ഓല ഗ്രൗണ്ടാണ്. അപ്പം നമുക്ക് അരിഫേ, അപ്പം നമുക്ക് നമ്മളെ വണ്ടീൻ്റെ വിശേഷങ്ങൾ നോക്കിയല്ലേ. വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളില് പഠിക്കാർ നമ്മൾ കണ്ടപ്പോൾ തന്നെ ചിരിക്കണേ. ഗഡി തൃശ്ശൂർ എത്തിക്കാൻ നമ്മൾ ഫുള്ള് തൃശ്ശൂരായിരിക്കണം കേട്ടോ. ഇതെന്താ AC വണ്ടിയാ അല്ലേ? നമ്മളന്ന് ഡെലിവറി കഴിഞ്ഞ് ചെക്കൻ്റെ ഡെലിവറി വീഡിയോ എടുക്കണമൊക്കെ കരുതിയത്. പക്ഷെ നമ്മൾ തിരക്കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ സൈഡിലൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതേതാ വണ്ടി നോക്കാം? ഇത് BS6 ഇത് മേലടത്തിന് വണ്ടിയല്ലേ ഇത്? പടച്ചോനാകണ് ആകെ ഒരു പടച്ചോല്ല തോലെടുത്താ. മേലടത്ത് പടച്ചോന് ആകെ ഒരു പടച്ചോല്ല തോലെടുത്താണ് മേലടത്തിന്. ഇത് ഫുൾ ലോഡ് വർക്കടാ. ഇത് ഫുൾ വർക്കാ. അതെ, മേലടത്തിന്റെ എതേ കിടക്കണ്. പടച്ചോന് മേലടത്ത് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ കിടക്കണ്. എന്ത് വിശേഷം? സുഖല്ലേ? വണ്ടി ഫുള്ളോട് വർക്കിന് കൊടുത്തിട്ടാ പിടിപ്പിച്ചിട്ട് 2ാമത് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ.
അതെ മേലടത്തിന്റെ വണ്ടി കൂടെ വന്നിക്കണ്. അതിന്റെ അടിയിൽ നമ്മളെ ഗപ്പി ഫോം വിളിച്ചപ്പോ ഒരു വണ്ടി എടുത്ത് പോയി. ഒരു തൃശ്ശൂർ പോയി. ഇതാ നമ്മളെ ഫസീംക്ക കണ്ടിട്ട് കൊറേയല്ലോ. ഫസീംക്ക വർക്ക് ഇൻട്രസ്റ്റിലാട്ടോ. ഫുൾ വർക്കിലാണ്. ഇതാ മേലടത്തിന്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. അതെന്താ സംഭവം ഫസീംക്ക? അയക്കാൻ വേണ്ടി അയക്കാന് എന്ന് പറയുമ്പോ ഗപ്പിനെ കണ്ടപ്പോ എന്തോന്ന് പറഞ്ഞു. എന്താ സംഭവം എന്താണ്? ആർടിഒന്റെ കേസ് ഓക്കല് കാര്യങ്ങള്. ഓക്കല് എന്ന് പറയുമ്പോ ഇത് മേലടത്തിന്റെ വണ്ടിയാണ്. സലാംസിന്റെ അവിടെ നിന്ന് ഇപ്പൊ നമ്മളെ അടുത്തേക്ക് സർവീസിനായിട്ട് ഇപ്പൊ നമ്മളെ അടുത്തേക്ക് വന്നാണ്. ഇതാ സാധനം കഴിക്കാൻ പോവാണ്. ഉള്ളിലെന്താ ഒക്കെ പിടിച്ച് തീർന്ന് ഒക്കെ അയച്ചാൻ പറഞ്ഞു. ഇതാണ് അവസ്ഥ. 2 സാധനം കയറ്റിയപ്പോ അതിന് ഉള്ളടിച്ചര. അങ്ങനെ നമ്മളെ മേലടത്തിന്റെ പടച്ചോന്റെ ഉള്ളടത്. സലാംഖാനൊക്കെ ഫുള്ള് പോലെ തന്നെയാണല്ലോ അല്ലേ? ഇതെന്താ ഫ്ലോർ ചെയ്തിക്കണോ? ഇവിടെ ഒരു കുയ്യ്. ഗൈസ് ഇതാണ് പടച്ചോന്റെ ഇന്റീരിയൽ ഇട്ടാ. ഫുൾ ബ്ലാക്കില്. ഫസീംക്ക ഇത് മൾട്ടിവുഡ് അല്ലേ? മൾട്ടിവുഡില് ഇത് ബ്ലാക്ക് സ്റ്റിക്കറാ. സെറ്റ് ചെയ്താലുള്ള പരിപാടി ഉള്ളു അല്ലേ? റക്സിന് മാത്രം ആക്കി കൊടുക്കണം. അടി കാണാത്തൊരു ഡിസൈൻ അല്ലേ? എന്ത് ഉണ്ടായിട്ട് എന്താ? അതൊക്കെ ഊരാൻ പോവല്ലേ? ബാക്കിൽ എന്താ ഒരു 6 ഉണ്ട്. ഇത് സാധനം ഇതാ പവറിലെ സാധനം അല്ലേ? നേരമാതിരി പോണേ. 15 ഇഞ്ചല്ലേ സബ്? ട്യൂബും ഉണ്ട്, 2 ഡെഫിനിഷനും ഉണ്ട്. 15 ഇഞ്ച് വണ്ടി കുഴപ്പമില്ലാത്ത വർക്ക് കയറിയ വണ്ടിയല്ലേ? വെറുതെ അല്ല ഊരല്ലേ? ഒറ്റ കൊടുത്താ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാൻ പിച്ചായിട്ട് തരുമായിരുന്നില്ലേ? ആ പറഞ്ഞ കൂട്ടണത് കൊറോണുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ ഊരാൻ പോവാണ്. എന്ത് ചെയ്യും? ഈ സ്ഥലത്ത് വരുമ്പോ കുറെ സന്തോഷങ്ങളും ഇതുപോലെ ഊരിനൊരു ടീം ഒരു സൈഡിലും ഫിറ്റ് ചെയ്യണൊരു ടീം ഒരു സൈഡിലും ഇപ്പുറത്തെ സങ്കടത്തിന്റെ ടീമും ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഇതേ സങ്കടത്തിന്റെ ടീം. ഇതേ സൺറൂഫൊക്കെ തുറന്നിക്കണല്ലോ. കളി തന്നെ. വണ്ടി ഇതാ കിടക്കണ്. പടച്ചോൻ ദേ ഷെഡിലിതാ എല്ലാരും ഓരോ വർക്കിലുണ്ടത്. ഈ മേലടത്തിന്റെ വണ്ടിന്റെ ലിപ്പാണിത്. ലിപ്പുണ്ട്. പിന്നെ നമ്മുടെ ക്യാബിനൊക്കെ അടിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഈ ഫ്ലൈവുഡുമ്പോൾ ക്യാബിൻ അടിച്ചാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മജോസ്കിൻ്റെ വണ്ടിക്കില്ല കേട്ടോ. മജോസ്കിൻ്റെ വണ്ടിക്കുള്ള സാധനമാണിത്. ഇതേ ഒക്കെ ഫുഡ് കഴിച്ചിട്ടില്ല, ചെറിയ റെസ്റ്റിലാണ്. സാധനങ്ങൾ ലൈറ്റ് വയറൊക്കെ ഷോർട്ട് ചെയ്യണുണ്ടോ? ചെക്ക ഫുൾ പണിയിൽ ഇതേ കിടക്കണു. ആരിഫേ എൻ്റെ വണ്ടി ആരിഫാട്ടെ നമ്മളെ 40 സീറ്റിൽ. ഇത് നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചാൽ പോരെ? ഉള്ളൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചതേ എല്ലാവരും ഉണ്ട്. അപ്ഡേഷനിലേക്ക് നമുക്ക് ക്യാബിന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ക്യാബിനിൽ വർക്ക് ചെയ്യണത് ഉണ്ടല്ലേ? മിക്സറൊക്കെ ദേ എന്താ പരിപാടി? വെറുതെ ഇരിക്കുക ഉണ്ടല്ലേ? ക്യാബിനൊക്കെ സെറ്റ് ആയതുകൊണ്ടൊക്കെയുള്ളൂ. ആമ്പും കാര്യങ്ങളൊക്കെ കുറച്ച് കയറിൻ്റെ ഇവിടെയൊക്കെ ഫില്ലാക്കാണ്ട് സാധനം കയറാണ്ട്. പിന്നെ ഇതില് ഉള്ളില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ ചെറുതായിട്ട് പിന്നെ കാണിക്കാം. ചെറുതായിട്ട് ചെറിയ പരിപാടി. നക്കാമിച്ചല്ലേ ഇതിൽ കയറണേ? നക്കാമിച്ചന്റെ 2 സബ് അതുപോലെ ആരിഫേ അത് പിന്നെ ട്യൂബും ഉണ്ട് അല്ലേ? കഴിഞ്ഞിട്ടില്ല രാമ. വണ്ടി അന്ന് ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്നല്ലേ? ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്നാണ്. ഇനി ഇതാക്കണ് ബോയ്സിന് വണ്ടി ഇതാ കിടക്കുന്നുണ്ട്. സാധാരണ പഞ്ച് ബോക്സൊക്കെ അടിച്ചിരുന്നു കേട്ടോ. ഇതേ പഞ്ച് ബോക്സ് കാണുന്നുണ്ടോ? പഞ്ച് ബോക്സൊക്കെ അടിച്ചിക്കണ്. പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവര് കണ്ടില്ലേ? ക്യാബിൻ പണിയിലാണ്. ഇത് ഒരാൾ പോണു. ഇതിലാർക്ക്
ഇതെന്താ റെഡി അല്ലേ? സീലിംഗ് വർക്കിലാട്ടാ ചെക്കന്. ടോട്ടലൈസറും ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാണ്. ഇതേതാ വണ്ടി? ഇതേത് വണ്ടിൻ്റെടാ? ഇതേതാ വണ്ടി? നോവൻ്റെ ട്രാവലർ ഉണ്ട് കേട്ടോ. ഇത് പുതിയ വണ്ടിയല്ലേ? ഇതേ പുതിയ വണ്ടിയാട്ടാ. പുതിയ വണ്ടിയിൽ സീലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളാ വർക്കിലാണ്. ഞാൻ ബോയ്സിൻ്റെ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ. എടാ ബോയ്സിൻ്റെ വണ്ടി പണി എന്തായി? തുടങ്ങിയോ? സ്പീക്കറൊക്കെ വെച്ചല്ലേ? വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ അതിൽ 2 ആള്, ഇതിൽ 2 ആള്, ഇതിലൊരാള്, ഇവിടെ പെട്ടിയടിക്കാൻ ഒരാള്. ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഈ സാധനം ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവണ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ കമ്പനി പെട്ടി. ഇതൊക്കെ നമ്മള് രണ്ടാമത് പുറത്തുനിന്ന് ബോഡി വർക്ക്ഷോപ്പിൽ അല്ലേ? ഏതെങ്കിലും വർക്ക്ഷോപ്പ്? കുട്ടാണി പ്രകാശ്. പക്ക നമ്മളെ പ്രകാശ് എന്നൊക്കെ വണ്ടി ഇറങ്ങിയിരുന്ന മാതിരി അല്ലേ? നോക്കുമ്പോ തകണോ ഒരു 49 സീറ്റിന്റെ കട്ടാണ് പ്രകാശ്. പക്ഷെ അത് ഡോറില്ല. അതിനുള്ള കാല് കൊടുക്കാനൊക്കെ കറക്റ്റ് ആ ഒരു സ്പേസ് ഇട്ടിക്കാണ്ട് ഡോർ വെക്കാനുള്ള ഒരു ഇതില്ല. കാരണം ഈ ഒരു സീറ്റ് ഇവിടെ വരുന്നുണ്ട് അല്ലേ? 39 സീറ്റ് ആവും. പക്ക വർക്കാണ്. അത് ക്യാബിൻ അടിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ക്യാബിൻ ചെയ്യാൻ പറ്റില്ലേ? പക്കയൊക്കെ ഇതാകുമ്പോ കുഷനൊക്കെ ഇട്ടതിനാല് കുഷൻ ഇട്ടതിനാൽ സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരിന്റെ ഒരു പെട്ടി മാതിരി. നീ എന്താടാ കാണിക്കണ്? എങ്ങനെ എന്താ ആരാ പറയണേ? അസീംക്ക് എന്താ പറഞ്ഞേ? ആരിഫോ? സ്പീക്കർ വേണ്ട, തിരിക്കണ സാധനമാണെന്നില്ലേ? നമുക്ക് കാണിച്ചാരാ? തിരിക്കണ സാധനം കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കണം. തിരിക്കണ സാധനം എവിടെ വെക്കണേ? അവിടെ തന്നെ നമ്മളാ 49 വെച്ചാൽ മതി. ഇത് ഫ്ലൈറ്റ് മാതിരിയേക്കാരം. കൊടൈക്കനാൽ ചുരൊക്കെ കയറുമ്പോഴേ ഓരോന്നോരോന്നിങ്ങനെ ഓണാക്കി കൊടുക്കും. ഏത് ഇവിടെ അടിക്കാനല്ലേ? ഇതിന്റെ ഡിസൈൻ അടിക്കാൻ പോയതാണ്. അങ്ങനെതാ നമ്മളെ ഈ കാണുന്ന മുതലാട്ടോ 5 ബോക്സ് ഒക്കെ അടിക്കണത്. ക്യാബിനില്ലേ? ക്യാബിന് 5 ബോക്സ് ഒക്കെ ഈ കാണുന്ന മുതലല്ലേ? ആശാന്റെ ശിഷ്യൻ. ആശാൻ ദുബായി പോയി. ആശാനെ ദുബായിക്ക് പറഞ്ഞിട്ട് ആളിതാ വർക്ക് ഏറ്റെടുത്ത്. ഇതൊക്കെ ആളെടുത്ത വർക്കാണ്. 5 ബോക്സ് ഒക്കെ കണ്ടില്ലേ? 5 ബോക്സ് ഒക്കെ ചെക്കനടിക്കണേ. ആരിഫിന്റെ 40 സീറ്റിക്ക്. ഓ ഇതെന്താടാ മറ്റേ വല്ല പോളോന്റെ ഒക്കെ പറഞ്ഞ എന്താ പറഞ്ഞ ഓനൊക്കെ സബും ലൈറ്റ് ഒക്കെ കുറവാണെങ്കിൽ പാടില്ല. തിരിച്ചുള്ള ആൻഡ്രോയിഡ് വേണം പറഞ്ഞു. ഈ കാണുന്ന 40 സീറ്റിക്ക് ക്യാബിൻ സ്പീക്കർ ആണത്. ക്യാബിൻ സ്പീക്കർ. ആരിഫേ ഇതിന്റെ റേറ്റ് എത്രയാണ്? 20,000 റുപ്യന്റെ സാധനം. ഈ സ്റ്റിക്കർ ഞാൻ മറിച്ചട്ടെ? ഇതിന് വരെ കുറെ കമന്റ് വരും കേട്ടോ. അത് 6,000 റുപ്യന്റെ ഉണ്ട്. 6,000 ലോക്കലുണ്ട്. ഗെയിംസ്റ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. നല്ല സാധനമാണ്. അതെ ആരിഫിനായതുകൊണ്ട് കുന്നംകുളാണ്. കുന്നംകുളാട്ടോ, പേടിക്കണ്ട. നല്ല സാധനമാണ്. ഒരാളതേ ഓനക്ക് മെയിനായിട്ട് വേണമെന്ന് പറഞ്ഞ സാധനം എന്തേ ഫോട്ടോ എടുത്ത് സന്തോഷിച്ച് കിടക്കാണ്. ആര്? ഇർഫാൻ വരുന്നുണ്ട്. നമ്മളെ ബാംഗ്ലൂരിൽ നിന്നും അല്ലേ ചെന്നൈയിൽ നിന്നൊക്കെ ഇറക്കിയ സാധനം കൊണ്ട് ഇർഫാൻ വരുന്നുണ്ട്. വണ്ടി അടിക്കാൻ വയ്ക്കാം. ഇവിടെ എവിടെ ആണ് വണ്ടി വർക്ക് ചെയ്തിന്? എവിടെ? ഇതായിരുന്നു ഇർഫാൻ പുതിയതിറക്കിയ കാറാട്ടത്. സ്വിഫ്റ്റ് ഡിസയർ, പുതിയ മോഡൽ ഡിസയർ. ഇതായിരുന്നു പുത്തൻ വണ്ടി. ആരെങ്കിലുമൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ വണ്ടിൻ്റെ ചിലവ് ഒഴിച്ചോളി അല്ലേ? നേരിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ പുതിയ വണ്ടിൻ്റെ ചിലവ് ഒഴിച്ചോളി. ഡിക്കിലാണ് നമ്മളെ സാധനം കിടക്കുന്നത്. അടാ ഡോറ് ലോക്ക് വർക്ക്, ഡോറ് ഫുൾ ലോക്ക് വർക്ക്. സിമ്പിൾ സാധനമാണോ ഇത്? ഞാൻ വന്ന് തുറക്കണം. ചായ എടുത്തുകൊന്നാ പറയും. മറ്റേ സാധനം ചായ്മലാണല്ലേ സെൻസർ. ഇതേ
പതിംക്ക ഉള്ളോട് സാധനം ഉണ്ട് ഇതൊക്കെ ഇറങ്ങണ സാധനം കേട്ടത് ഫുള്ള് വണ്ടീൻ്റെ ഉള്ളിക്കില്ലേ ഇത് ഈ കാണുന്ന സാധനത്തിൻ്റെ ഉള്ളിക്കില്ലേ ലൈസറാണത് 1 പോയി 2 പോയി എത്ര എണ്ണമാണ് 4 എണ്ണോ 4 സാധനം ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ആരെണ്ണം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഇതേതാണ് ലേസർ 6 ഹെഡോ 6 ഹെഡ് ഒക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട സാധനം വന്നിട്ടൊക്കെ അല്ലേ അല്ലേ കുറച്ച് സാധനം കൂടി ഉണ്ട് അപ്പൊ നമ്മള് സാധനം എടുക്കാൻ വേണ്ടി ഇതേ എറണാകുളത്തേക്ക് പോവാണ് എന്തുവാടാ ദേ ആശാൻ പോയി പറഞ്ഞു കൊടുക്കടാ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് എന്ത് പണിയും പോവും ഏതും പോവും ഏത് മേഖലയിലും ഞങ്ങൾ ഒന്ന് കൈവച്ചിട്ടേ പോവുള്ളൂ എല്ലാ പണിയെടുക്കും അപ്പൊ ഗൈസ് ദേ നമ്മളെ കുഞ്ഞപ്പന് അൺബോക്സിങ് നമ്മളിപ്പോ വണ്ടി ഇറക്കിയ നമ്മളെ ലൈസർ ഇതാ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് നമ്മളെ 6 ഹെഡ് അല്ലത് ഈ വണ്ടിക്കാരല്ല കേട്ടത് നമ്മളെ 6 ഹെഡ് ഓ 6 ഹെഡ് ഇത് ബാംഗ്ലൂരിന്നോ അതോ ചെന്നൈന്നോ ബാംഗ്ലൂരിന്ന് ഡയറക്റ്റ് പോയി ഇതേ ബോസ് കൊണ്ടുവന്നോ 6 ഹെഡ് ഇതല്ലേ അപ്പൊ ഗൈസ് ദേ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ച് നമ്മളെ 6 ഹെഡ് ആണ് അപ്പൊ ഇനി നെക്സ്റ്റ് ഒക്കെ ഫ്രഷ് പീസാട്ടോ ഓ പെട്ടി അടക്കം കണ്ടില്ല നിങ്ങള് അപ്പൊ ഇനി അടുത്തെടുക്കട്ടെ അത് സീറ്റിക്ക് അപ്പൊ ഇനി അടുത്ത ബോക്സ് ഇതാ അതിന്റെ കോഡ് വയറെടുത്താ അതിന്റെ മേലെ തന്നെ വെച്ചാ ഞാൻ മാറണ്ട അപ്പൊ ഇനി ഗൈസ് അടുത്ത ബോക്സ് ഇതിലെന്തായിരിക്കും ഇതേതായിരിക്കും ഗസിയ ഇതല്ലേ സാധനം പർച്ചേസ് ചെയ്ത് ഇതിലേതായിരിക്കും ബോളോ പെട്ടി വലുത് അതൊരു പെട്ടി വലുതുണ്ട് ഇവിടെ കാരണം നോക്ക് ഇപ്പത്തെ കല്യാണ പാർട്ടിയിലൊക്കെ ഏത് ഓ കറങ്ങണ സാധനം നമ്മളെ 49 സീറ്റ് ഇല്ല അല്ലേ അപ്പൊ ഗൈസ് ദേ അടുത്ത കറങ്ങണ സാധനം അപ്പൊ നമ്മളെ അടുത്ത പീസ് ഇത് ഇങ്ങനെ എടുക്കണ്ട നായെ കട്ട് ചെയ്ത് എടുത്താൽ മതി സ്റ്റോറേജ് ഉള്ളവല്ലേ ഇത് ഇതേ നമ്മളതാ അടുത്ത ഉണ്ടല്ലോ അപ്പൊ നമ്മളെ അടുത്ത 4ാമത്തെ പീസ് നമ്മളെ ബില്ലറ്റ് ടൈപ്പ് മോഡല് ഒരു ബോൾ ലൈസർ അല്ലേ പണ്ടത്തെ നമ്മളെ 6 റുപ്യക്ക് സെറ്റ് ചെയ്യാം അല്ലേ 6 റുപ്യക്ക് ഈ സാധനം സെറ്റ് ചെയ്യാട്ടോ ഫുള്ള് കറങ്ങണോ തരണം അപ്പൊ അതെ 3ാമത്തെ ബോക്സ് നമ്മൾ പൊട്ടിച്ചു ഇനി 4ാമത്തെ 4ാമത്തെ ഉണ്ട് 3ാമത്തെ കണ്ടില്ല എങ്ങനെ ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ല ഹെവി സാധനം കേട്ടോ ഇതില് മാറ്റണ്ടടാ RGB ഉണ്ട് അല്ലേ അതല്ല പണ്ടത്തിന്റെ ആ ഒരു ഇത് വെക്കണത് ഡയമണ്ട് കട്ടും അതിന്റെ കഴിക്കണത് ആ പോയിക്കണ RGB വെക്കണത് വന്ന് അപ്പൊ ഗൈസ് ഇത് നമ്മളെ അടുത്ത സാധനം നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചതാ നമ്മളിഞ്ഞ മജോസ്കിന്റെ കാണാൻ പോട്ടാ കഴിഞ്ഞിട്ടില്ല മജോസ്കിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ കൂളിംഗ് ഒക്കെ ചെയ്ത് ഇത് എത്ര കൂളി ചെയ്തണല്ലോ അല്ലേ ഫ്രണ്ട് കൂളി ചെയ്തേക്കണേ ഇത് ഇപ്പുറത്തെ സാധനം കിടക്കണോ 24 സീറ്റ് ഇതേതാ വണ്ടി യാ മോനെ ഇതെന്താ ഇത് പൊളിച്ചിട്ടാ ഇത് കിടക്കില്ല ഇന്റീരിയല് ഫുള്ള് റെഡ് അല്ലേ ഇതൊക്കെ സൈഡിക്കൊക്കെ ഇതൊക്കെ സൈഡ് കൂടി ഒക്കെ സാധനം ചെയ്തിട്ടുണ്ടോ മോനെ വേറെ ലെവല് വർക്ക് ക്യാബിനോ ഇത് വണ്ടി ഏത് ടീമിന്റെ വണ്ടിയാണിത് ഇത് ബ്ലാക്ക് പേൾ കൊടുങ്ങല്ലൂരിലാണ് കൊടുങ്ങല്ലൂരിലെ വണ്ടി അല്ലേ
അവര് പറഞ്ഞേക്കണതില്ലേ വണ്ടി ഫുൾ പണി കഴിഞ്ഞിട്ട് സുഖിക്കാൻ അങ്ങ് സെറ്റ് ആക്കി തരണം നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു വീഡിയോ സെറ്റ് ആക്കി തരണ്ടെന്നുണ്ട് വണ്ടിക്ക് പണിയിട്ടല്ലോ ഇതിന് മുന്നേ തന്നെ പ്രതീക്ഷിക്കാൻ പണി കഴിഞ്ഞ മുന്നേ തന്നെ നമ്മള് മുതലാളി കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവന് കമ്മീഷനൊക്കെ വാങ്ങണ്ടേ ഞാൻ എന്താണത് അതില് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും നിച്ചു തരുമോ അതിലും ഞാനോ മാക്രി അതിന്റെ കൂടെ ജാക്രി ആക്കണം ഇതെന്താണ് അടിയില് അത് ഫ്ലോർ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തേക്കണം ഫ്ലോറും ഉണ്ടോ DJ ഫ്ലോർ ഉണ്ട് അവിടെ മാത്രം കട്ട് ചെയ്തിട്ടൊക്കെ അല്ലേ ഒന്നും പറയല്ല 24 സീറ്റ് അകത്ത് പൊളിച്ചിട്ടോ ഇന്റീരിയല്ലേ എനിക്ക് ഇത് നല്ല ഫുള്ളുണ്ട് ചുറ്റുണ്ട് ട്രാവലറിൽ നമ്മള് കാണലുണ്ട് ഇത് കണ്ടോ ഫുള്ള് ചുറ്റും ചെയ്തിട്ടുണ്ട് ഇത് സീറ്റ് ഇങ്ങനെ ഇട്ടോണ്ടാണ് നമുക്കൊരു ഐഡിയ കിട്ടാത്തത് ജിംബോ അലാവുദ്ദീൻ ജീമ്പൂന്നൊക്കെ വരും ജീംബൂമ്പാണ് അടിച്ച നെയിം ആ പേര് വണ്ടി വരും വണ്ടിയുടെ പേര് സാധനം കിട്ടി പെയിന്റിങ് ആണെങ്കിലും കണ്ടില്ലേ സൈഡ് നോക്കുമ്പോ നമ്മള് ഫ്രണ്ട് ഫുൾ ബ്ലാക്ക് ആയിക്കണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടി സാധനം എടുക്കാണ്ട് അപ്പൊ നമ്മള് നേരെ എറണാകുളം പോലെ എറണാകുളം പോയി വോക്കലും കാര്യങ്ങൾക്കുള്ള അതെ വോക്കിലൊക്കെ നല്ല സാധനം എടുക്കാൻ വേണ്ടി പോവാണ് ഫസീമിക്കാര് പോലതാ അങ്ങനെതാ സമയം രാത്രി ഏകദേശം 11:30 നമ്മൾ എറണാകുളത്തൊക്കെ പോയി നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ നമ്മളവിടെ പോയെടുത്ത് ഇതാ നമ്മളെ ചെക്കന്മാരൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ മേലടത്തിന് വേണ്ടി അപ്പുറത്തുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ഇട്ടോളി അപ്പോൾ ഏതായാലും നമ്മൾ ഇതേപോലത്തെ കിടില അപ്ഡേഷൻ വീഡിയോസ് ആയിക്കണ്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഏതായാലും ചെങ്ങന്മാരെ നമ്മളാണ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളൊപ്പം അങ്ങോട്ട് കൂടിക്കൂടി